കടുത്ത ചൂടിൽ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ചൂട് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജില്ലാതലത്തിൽ നടപടിയെടുക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നിർദ്ദേശം. കുടിവെള്ളം, ആവശ്യ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, വലിയ ചൂടാണ്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൊടും ചൂടിലേക്ക് കടക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മാർഗനിർദ്ദേശങ്ങൾ, മറ്റു വിവരങ്ങൾ? പ്രവിധ സൂചിപ്പിച്ചതുപോലെ കേരളം മാത്രമല്ല ഡൽഹി ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ കനത്ത ചൂടിലേക്ക് കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലേക്കൊരു കത്ത് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെയൊക്കെ തന്നെ ഒരു നിർദ്ദേശമുള്ളത്. ഇതുകൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറിയാണ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലേക്കുള്ളൊരു കത്ത് നൽകിയിരിക്കുന്നത്. കത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇങ്ങനെ ചൂട് ഉയർന്നതിനനുസരിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് തടയുന്നതിനും ഒപ്പം തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുമുള്ള നടപടികൾ ജില്ലാ തലങ്ങളിൽ നിന്ന് തന്നെ സ്വീകരിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ എല്ലാ മേഖലകളിലും കുടിവെള്ളത്തിൻ്റെ ലഭ്യതയുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഒപ്പം ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് കൂടി ഈ കത്തിലൊരു നിർദ്ദേശമെന്ന രീതിയിൽ പറയുകയാണ്. ഒപ്പം തന്നെ ഈ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളുടെ ലഭ്യത, ഈ ചൂട് ഇങ്ങനെ അനിയന്ത്രിതമായി ഉയരുന്നൊരു സാഹചര്യത്തിൽ തണുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ സജ്ജീകരണം ഇവയൊക്കെ ഉണ്ടോ എന്ന് ഇവയുടെയൊക്കെ ലഭ്യത ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. എല്ലാ മേഖലകളിലും ബോധവൽക്കരണം തുടരണം. ഇന്ന് ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ കൂടി സഹായത്തോടു കൂടി ഇത്തരം ബോധവൽക്കരണങ്ങൾ നടത്താം, അത് തുടരണമെന്നും ഈ കത്തിൽ നിർദ്ദേശമെന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അഗ്നിശമന സേനാ വകുപ്പ് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണം. ഈ കെട്ടിടങ്ങൾക്കൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു നീക്കം ഉണ്ടാകുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം ഓരോ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള മാർഗങ്ങളും കരുതലും ഒക്കെ ഉണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു കത്തുകൂടി വരുമ്പോൾ കുറച്ചുകൂടി ഊർജിതമായിട്ട് തന്നെ ഇത്തരം പരിപാടികൾ, കുടിവെള്ളം ഉറപ്പാക്കുക, ഒപ്പം തന്നെ ബോധവൽക്കരണം, അത് അത്യാവശ്യമാണ്. നേരിട്ട് സൂര്യന് കീഴിൽ പോകുന്നവർക്ക് പലതരത്തിലുള്ള അത് നിർജ്ജലീകരണം, അതുപോലെ സൂര്യാതപം, ഇതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് നോക്കണം. ആരോഗ്യ സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ട്.